പാർലമെന്റ് പിഒപിൻ 543-ൽ ഇക്കുറി അല്പം കളരിപ്പയറ്റാണ്. മലയാളികൾ എവിടെയെത്തിയാലും സ്വന്തം സംസ്കാരത്തെ വിസ്മരിക്കുന്നില്ല. ആയോധന കലകളിൽ കേരളം നൽകിയ മഹത്തായ സംഭാവനയാണ് കളരിപ്പയറ്റ്. മയൂർ വിഹാർ ഫേസ് 3-യിലുള്ള നിത്യചൈതന്യ കളരി സംഘത്തെക്കുറിച്ചാണ് പാർലമെന്റ് പിഒപിൻ 543-ൽ ആദ്യം എം ഉണ്ണികൃഷ്ണൻ പറയുന്നത്. കാണുക പാർലമെന്റ് പിഒപിൻ 543. ഇടതു തിരിഞ്ഞ് വലതുമാറി ദില്ലി മയൂർ വിഹാറിലെ 18-ാം നമ്പർ വളവിലെത്തിയാൽ മുരുകൻ ഗുരുക്കൾ കച്ചകെട്ടിയിരിക്കുണ്ടാകും. പയറ്റി ദില്ലിയിലെത്തിയ ഗുരുക്കൾ പുത്തനടവുകളും പയറ്റുകളും പുറത്തെടുക്കും. കണ്ടാലും മിണ്ടിയാലും വെറും പാവം. പക്ഷേ അടിയും തടവും പുറത്തെടുത്താൽ ഇടതടവില്ലാത്തത്രയും കെങ്കേമം. കേരളത്തിന്റെ കരളായ കളരിപ്പയറ്റിനെ ദില്ലിയിൽ അങ്കത്തട്ടൊരുക്കിയത് മുരുകൻ ഗുരുക്കളാണ്. മലയാളികളെയും മറുനാട്ടുകാരെയും പയറ്റു പഠിപ്പിച്ച് പി മുരുകൻ കളരി ഗുരുക്കളായി. കളരി പോലെ നിത്യചൈതന്യവുമായി ദില്ലിയിൽ നിത്യചൈതന്യ കളരി സംഘവും തുടങ്ങി. 1000-ഓളം പേർ കച്ചകെട്ടി കളത്തിലിറങ്ങാൻ പഠിച്ചത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ 80-ലേറെ പേർ ചവിട്ടി നിവരുന്നതിന്റെ ചൈതന്യം. 1000-ൽ കൂടുതൽ തന്നെ ആൾക്കാർ പോയി കാണും. നോർത്തിന്റേത് നമ്മൾ തുടക്കത്തിൽ കുറവായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് വന്ന് തുടങ്ങിയിട്ടുള്ളത്. അവര് ബാക്കിയുള്ള പല ആയോധനകളും മാറിയിട്ട് ഇപ്പം കളരിലോട്ട് കൂടുതൽ ശ്രദ്ധ അവർ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും കളരിയും കുങ്ഫുവും പഠിച്ച് തടി നന്നാക്കിയ കാലത്താണ് ഗുരുക്കൾ ദില്ലിയുടെ കളരിയാശാനാകുന്നത്. കയ്യിലുള്ള അറിവിനു ചേരാത്ത പണികൾ ആദ്യം തിരക്കിയെങ്കിലും കളരി കഥകളുടെ മർമ്മമറിഞ്ഞ ചങ്ങാതിമാർ കളരി കേന്ദ്രം തുടങ്ങാനായി നിർബന്ധിച്ചു. അന്ന് സകല ഗുരുക്കന്മാരെയും മനസ്സിൽ വിചാരിച്ച് മുന്നോട്ടൊരു കാൽ വെച്ചതാണ്. പിന്നെ പയറ്റോട് പയറ്റ്. ഉത്തരേന്ത്യക്കാർ കളരിയുടെ കരുത്തെറിഞ്ഞതങ്ങനെ. വിഐപികളും എംബസി ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഭാഷ പ്രശ്നമാക്കാതെ മെയ്ക്കരുത്തിന്റെ ഭാഷയെറിഞ്ഞവർ. തടവും ചികിത്സയുമൊക്കെ കളരിയിലാണ്. മുറകൾ പഠിപ്പിക്കാൻ ആശാൻ വിവിധ കേന്ദ്രങ്ങളിലേക്ക് കച്ചകെട്ടിയിറങ്ങും. കളരിയിൽ ക്യാപ്സ്യൂൾ തേടി വരുന്നവരോട് ഗുരുക്കൾ പറയും ആ അടവ് നടക്കില്ലെന്ന്. വരുന്ന ആൾക്കാരെല്ലാം പെട്ടെന്ന് പഠിക്കുന്ന ആ രീതിയിൽ ഞങ്ങൾ ഇതുവരെ പരിശീലനം കൊടുക്കാറേ ഇല്ല. പലരും ഇവിടെ ഉള്ളവരെന്നാണ് ഈ ബിസി ലൈഫിനകത്ത് എല്ലാവരും ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഇന്ന് തന്നെ വാള് പഠിക്കുന്നവരുണ്ടൊക്കെ അവർ. അത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കാറില്ല. ആവേശത്തോടെ പയറ്റാൻ വരുന്നവർക്കും പാരമ്പര്യവും നിഷ്ഠകളും ബോധ്യപ്പെട്ടാലേ മറുനാടൻ കളരിയിൽ കാൽവയ്ക്കാനാവൂ. ദിവസവും രാവിലെയും രാത്രിയുമാണ് പരിശീലനം. 18 അടവുകളും ആയോധന വിദ്യകളും പഠിച്ചവരുമുണ്ട് സംഘത്തിൽ. വാളും കഠാരയും ചുരുകയുമെല്ലാം എടുത്ത് പയറ്റ്. കുങ്ഫുവിന്റെ നാടായ ദക്ഷിണ കൊറിയയിൽ നിന്നും കളരി പഠിക്കാനെത്തിയ യുൻജുങ് കിമ്മിന് പയറ്റിത്തെളിഞ്ഞതിന്റെ ആത്മവിശ്വാസം. Absolutely, obviously it's great. I mean, yeah. Actually, previously I never tried to, I never tried to learn kind of martial art. When I see the Kalaripayattu, I really want to learn. തലസ്ഥാനത്തെ കളരി വിദ്യകൾ ക്ലിക്കായതോടെ പലതവണ വിദേശത്ത് പോയി പയറ്റാനും അവസരങ്ങളെത്തി. കാശിനു വേണ്ടി കളരിയിലെ പാരമ്പര്യം കളയാനും മുരുകൻ ഗുരുക്കൾ തയ്യാറല്ല. തെക്കൻ ശൈലിയിൽ തന്നെ ഇപ്പോഴും കളരിപ്പയറ്റിലെ ചവിട്ടിന് വരൽ. മനസ്സും കണ്ണും ഒരേ സമയം ഒന്നിൽ കേന്ദ്രീകരിക്കാനുള്ള ഏകാഗ്രത ഇങ്ങനെ. ഗുരുക്കളുടെ മർമ്മചികിത്സയും ചവിട്ടിത്തടവലും തേടിയും ആൾക്കാരെത്തും. കരാട്ടയും കുങ്ഫുവുമൊക്കെ ഏത് ബ്ലാക്ക് ബെൽറ്റുമായി വന്നാലും ചവിട്ടിത്താഴ്ത്താനാകാത്ത നിത്യചൈതന്യമാണ് ഏതായാലും മുരുകനാശാന്റെയും കരുത്ത്.